തൃശൂർ ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ച ബീന കൃഷ്ണകുമാറിനെ NSSൽ നിന്നും പുറത്താക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന NSS യോഗത്തിലാണ് തീരുമാനം. അതേസമയം NSS സെക്രട്ടറി ജലജ എസ് മേനോനെ ബീനയും സുഹൃത്ത് സുമയും മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മുൻപ് 6 തവണ പരാതിപ്പെട്ടിട്ടും സംഭവത്തിൽ കേസെടുക്കാതിരുന്ന പോലീസ് ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് മലയാളം ഇംപാക്ട്. ഇരിങ്ങാലക്കുടയിലെ കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ മുൻ മേൽശാന്തി VV സത്യനാരായണന് നേരിടേണ്ടി വന്ന ജാതി അധിക്ഷേപവും മറ്റുള്ളവർക്ക് നേരിടേണ്ടി വന്ന ജാതി വിവേചനവും ന്യൂസ് മലയാളമാണ് പുറത്തുകൊണ്ടുവന്നത്. NSS നിയന്ത്രിക്കുന്ന ഭരണസമിതിയുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്ന തെറ്റായ നടപടികൾ വൻ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതോടെയാണ് ഗത്യന്തരമില്ലാതെ ബീന കൃഷ്ണകുമാറിനെ പുറത്താക്കാൻ കഴിഞ്ഞ ദിവസം NSS താലൂക്ക് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. ബീനയുടെ ഭാഗത്തു നിന്നുണ്ടായ ജാതി അധിക്ഷേപ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇവർ NSS അംഗമല്ലെന്നായിരുന്നു മുൻപ് സംഘടന വിശദീകരിച്ചിരുന്നത്. എന്നാൽ ഈ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ബീന കൃഷ്ണകുമാറിനെ പുറത്താക്കിയ നടപടി. കുറെ ദിവസം ഇപ്പൊ ഈ ന്യൂസ് മലയാളത്തിന്റെ ന്യൂസ് വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനൊരു അവര് നടപടി എടുക്കാൻ തയ്യാറായത്. വീണ്ടും നമ്മൾ പരാതി കൊടുത്തുകൊണ്ടിരുന്നു, റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ ന്യൂസ് വന്നതിന് ശേഷമാണ് നമുക്ക് ഇപ്പൊ അങ്ങനെ അവരെ FIR ഇട്ടതും നടപടി എടുക്കാൻ തയ്യാറായത്. ക്ഷേത്ര ഭരണസമിതി മുൻ സെക്രട്ടറിയും NSS കരയോഗം സെക്രട്ടറിയുമായിരുന്ന ജലജ എസ് മേനോനെ മർദ്ദിച്ച കേസിലും പോലീസ് കേസെടുത്തു. ജാതി അധിക്ഷേപം നടത്തിയ ബീന കൃഷ്ണകുമാറിനെ കൂടാതെ NSS അംഗമായ സുമ ഗോപിദാസും കേസിൽ പ്രതിയാണ്. ജലജയെ മർദ്ദിച്ചു, വധഭീഷണി മുഴക്കി, മാർക്ക് തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ അവരെ പുറത്താക്കിയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ജലജയുടെ പരാതിയിൽ കേസെടുത്തെങ്കിലും കാരുകുളങ്ങര ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി സത്യനാരായണനും കേരള പുലയർ മഹാസഭയും ജാതി അധിക്ഷേപത്തെ തുടർന്ന് നൽകിയ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പുലയ സമുദായത്തെ അധിക്ഷേപിച്ച സംഭവത്തിൽ കേസെടുക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീണ്ടും പരാതി നൽകുമെന്നും KPMS നേതാക്കൾ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.